ഹലോ ചിൽഡ്രൻ വെൽക്കം ടു ടീച്ച് ഇംഗ്ലീഷ്. ഈ വീഡിയോയിൽ 4ാം ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റായ ടെൻഡർ ടച്ചിലെ ചോദ്യങ്ങൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കുമുള്ള ഉത്തരങ്ങളാണുള്ളത്. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുന്നത് നല്ലതാണ്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്തു കിട്ടാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുമല്ലോ. ആദ്യം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. Curtain raiser. Compare these two pictures. What are your comments? ഈ രണ്ട് ചിത്രങ്ങളും താരതമ്യം ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തെല്ലാമാണ്? The first picture shows a girl feeding pigeons. ആദ്യ ചിത്രത്തിൽ ഒരു പെൺകുട്ടി പ്രാവുകൾക്ക് ഭക്ഷണം നൽകുന്നു. She is kind and gentle. അവൾ ദയയും സൗമ്യതയുമുള്ളവളാണ്. The second picture shows 3 boys outside. രണ്ടാമത്തെ ചിത്രത്തിൽ 3 ആൺകുട്ടികൾ പുറത്തുണ്ട്. One boy is splashing muddy water on another. ഒരു കുട്ടി മറ്റൊരാളുടെ മേലെ ചെളിവെള്ളം തെറിപ്പിക്കുകയാണ്. His action is unfair and unkind. അവന്റെ പ്രവൃത്തി നീതിരഹിതവും ദയയില്ലാത്തതുമാണ്. A sunny morning. Why did Sasha rush to the kitchen? സാഷ എന്തിനാണ് അടുക്കളയിലേക്കോടിയത്? Answer. Sasha rushed to the kitchen because she smelled something lovely. അടുക്കളയിൽ നിന്നും നല്ല ഭക്ഷണത്തിന്റെ മണം കിട്ടിയതുകൊണ്ടാണ് സാഷ അവിടേക്കോടിയത്. What will she see in the kitchen? അവൾ അടുക്കളയിലെത്തിയാൽ എന്താണ് കാണുക? Answer. She will see her dad making her favorite snack. അവളുടെ അച്ഛൻ അവൾക്കിഷ്ടപ്പെട്ട പലഹാരം ഉണ്ടാക്കുന്നത് അവൾ കാണും. Sasha's favorite snack. What is Sasha's favorite snack? Can you make a guess? സാഷയുടെ ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണ്? നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? Answer. Sasha's favorite snack is ഉണ്ണിയപ്പം. സാഷയുടെ ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ണിയപ്പമാണ്. The surprise. Sasha saw somebody at the window. Who could that be? സാഷ ജനലരികിൽ ഒരാളെ കണ്ടു. അത് ആരാവാം? Answer. It was a girl at the window. ജനാലക്കരികിൽ ഒരു പെൺകുട്ടിയായിരുന്നു. A girl at the window. Why didn't the girl accept the ഉണ്ണിയപ്പം? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഉണ്ണിയപ്പം വാങ്ങാതിരുന്നത്? Answer. The girl ran away because maybe she was shy or scared. അവൾക്ക് ലജ്ജയോ പേടിയോ ഉണ്ടായിരുന്നതുകൊണ്ടാകാം ആ പെൺകുട്ടി ഉണ്ണിയപ്പം വാങ്ങാതെ ഓടിപ്പോയത്. The girl comes again. Why did the girl come again? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി വീണ്ടും വന്നത്? Answer. The girl came again because she wanted to hear the song or maybe she was hungry. ആ പാട്ട് കേൾക്കാന് വേണ്ടിയോ അല്ലെങ്കിൽ വിശന്നിട്ടോ ആകാം അവൾ വീണ്ടും വന്നത്. A lullaby. Who do you think was singing? പാട്ട് പാടുന്നതാരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? Answer. The girl from the window was singing. ജനാലക്കരികിൽ കണ്ട പെൺകുട്ടിയാവും പാട്ടുപാടിയത്. A pleasant surprise. What would be Sasha's gift? സാഷ നൽകുന്ന സമ്മാനം എന്തായിരിക്കും? Answer. Sasha's gift would be a picture storybook. ഒരു ചിത്രകഥാ പുസ്തകമാവാം സാഷയുടെ സമ്മാനം. The gift. Will Anu teacher help Kabitha? How? Anu teacher കബിതയെ സഹായിക്കുമോ? എങ്ങനെ? Answer. Yes, Anu teacher will help Kabitha by helping her come to school. അതെ, അനു ടീച്ചർ കബിതയെ സ്കൂളിൽ വരാൻ സഹായിക്കും. The smile. Why did the headmaster invite Sasha and Naveen to the days? എന്തുകൊണ്ടാണ് ഹെഡ്മാസ്റ്റർ സാഷയെയും നവീനെയും വേദിയിലേക്ക് ക്ഷണിച്ചത്? Answer. The headmaster invited Sasha and Naveen because they helped Kabitha join the school. ഹെഡ്മാസ്റ്റർ സാഷയെയും നവീനെയും ക്ഷണിച്ചത് അവർ കബിതയെ സ്കൂളിൽ ചേരാൻ സഹായിച്ചതുകൊണ്ടാണ്. Tears of joy. Why did Kabitha smile? എന്തുകൊണ്ടാണ് കബിത പുഞ്ചിരിച്ചത്? Answer. Kabitha smiled because she was happy and thankful to Sasha, Naveen and her teacher. അവൾക്ക് സന്തോഷവും സാഷയോടും നവീനോടും ടീച്ചറോടും നന്ദിയുമുണ്ടായിരുന്നതുകൊണ്ടാണ് കബിത പുഞ്ചിരിച്ചത്. Let's be friends. നമുക്ക് കൂട്ടുകാരാകാം. What are the games you play with your friends? കൂട്ടുകാരുമായി നിങ്ങൾ കളിക്കുന്ന കളികൾ എന്തൊക്കെയാണ്? ഓരോ ആളുകളും കളിക്കാനാഗ്രഹിക്കുക വ്യത്യസ്തമായ കളികളായിരിക്കുമല്ലോ. ഇവിടെ ചില കളികളുടെ പേര് നൽകുന്നു. ഹൈഡ് ആൻഡ് സീക്ക്. ഈ കളിയില് ഒരാൾ എണ്ണുമ്പോൾ മറ്റുള്ളവർ ഒളിക്കുന്നു, എന്നിട്ട് എണ്ണുന്നയാൾ അവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ടാഗ്. നിങ്ങൾ കൂട്ടുകാരെ ഓടിക്കുകയും അവരെ ടാഗ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്. ഒരാൾ റെഡ് ലൈറ്റ്
ഗ്രീൻ ലൈറ്റ് എന്ന് പറയും. അവർ ഗ്രീൻ ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓടണം. പക്ഷേ റെഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ അനങ്ങാതെ നിൽക്കണം. ബോർഡ് ഗെയിംസ്, ലൂഡോ അല്ലെങ്കിൽ സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് പോലുള്ള ബോർഡ് ഗെയിമുകൾ. അതിൽ നിങ്ങൾ ഡൈസ് ഉരുട്ടുകയും കരുക്കൾ നീക്കുകയും ചെയ്യുന്നു. ബിൽഡിംഗ് വിത്ത് ബ്ലോക്സ് ഓർ ലെഗോ, ബ്ലോക്കുകൾ ഉപയോഗിച്ചോ ലെഗോ ഉപയോഗിച്ചോ ബ്ലാക്കുകളുണ്ടാക്കല്. മൊബൈൽ ഓർ കമ്പ്യൂട്ടർ ഗെയിംസ്, മൊബൈലിലും കമ്പ്യൂട്ടറിലും കളിക്കുന്ന വ്യത്യസ്ത കളികള്. ഇവയല്ലാതെ നിങ്ങൾ കളിക്കുന്ന കളികളുടെ പേരെഴുതിയാലും മതി. ആക്ടിവിറ്റി 1. ഐഡന്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗിവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. റൈമിംഗ് വേർഡ്സ്, അതായത് ഒരേ താളത്തിലവസാനിക്കുന്ന വാക്കുകൾ കണ്ടെത്തുക. ഓരോ ജോഡിക്കും ഒരേ നിറം നൽകുക. റൈമിംഗ് വേർഡ്സ് ഒരേ കളറിൽ നൽകിയിരിക്കുന്നത് കാണുക. അവ നമുക്ക് വായിക്കാം. ഫ്രൗൺ, ഡൗൺ. ഹോൾഡ്, ഗോൾഡ്. ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്. ആക്ടിവിറ്റി 2. കംപ്ലീറ്റ് ദ പോയം യൂസിംഗ് ദ ക്ലൂസ് ഗിവൻ ഇൻ ദ ബോക്സ്. ബോക്സിൽ നൽകിയിട്ടുള്ള സൂചനകൾ ഉപയോഗിച്ച് കവിത പൂർത്തിയാക്കുക. ഫ്രണ്ടിനെക്കുറിച്ചുള്ള ഒരു കവിതയാണിത്. മൈ ഫ്രണ്ട്, എന്റെ സുഹൃത്ത്. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലറ്ററിംഗ് ഇൻ ദ ഗാർഡൻ. എന്റെ സുഹൃത്ത് തോട്ടത്തിൽ പാറി നടക്കുന്ന ഒരു പൂമ്പാറ്റയെപ്പോലെയാണ്. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിംഗ് ഇൻ ദ വുഡ്സ്. എന്റെ ഫ്രണ്ട് കാട്ടിൽ നൃത്തം ചെയ്യുന്ന ഒരു മയിലിനെപ്പോലെയാണ്. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിംഗ് ഇൻ ദ ഗാർഡൻ. എന്റെ സുഹൃത്ത് തോട്ടത്തിൽ വിരിയുന്ന ഒരു പൂവ് പോലെയാണ്. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ ട്രീ സ്വേയിങ് ഇൻ ദ വിൻഡ്. എന്റെ കൂട്ടുകാരി കാറ്റിലാടുന്ന ഒരു മരം പോലെയാണ്. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിംഗ് ഇൻ ദ സ്കൈ. എന്റെ കൂട്ടുകാരൻ ആകാശത്ത് തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെയാണ്. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. എന്റെ കൂട്ടുകാരി നദിയിൽ ഒഴുകി നടക്കുന്ന ഒരു വഞ്ചി പോലെയാണ്. ആക്ടിവിറ്റി 3. ലെറ്റ്സ് ഡിസ്കസ്, ചർച്ച ചെയ്യാം. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ അമ്മ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? ആൻസർ, ഷീ കുക്സ് ഫുഡ് ആൻഡ് ഹെൽപ്സ് മീ വിത്ത് മൈ സ്റ്റഡീസ്. അമ്മ ഭക്ഷണം പാകം ചെയ്യുകയും എന്നെ പഠിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ അച്ഛൻ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? ആൻസർ, ഹീ പ്ലേസ് വിത്ത് മീ ആൻഡ് ഗോസ് ടു വർക്ക്. അച്ഛൻ എന്റെ കൂടെ കളിക്കുകയും ജോലിക്ക് പോകുകയും ചെയ്യുന്നു. ഡു യു ഹെൽപ്പ് യുവർ പേരൻറ്റ്സ്? ഹൗ? നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കാറുണ്ടോ? എങ്ങനെ? ആൻസർ, യെസ്. ഐ പുട്ട് അവേ മൈ ടോയ്സ് ആൻഡ് ഹെൽപ്പ് ക്ലീൻ മൈ റൂം. അതെ. ഞാൻ എന്റെ കളിപ്പാട്ടങ്ങൾ എടുത്തുവെക്കുകയും എന്റെ മുറി വൃത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആക്ടിവിറ്റി 4. റൈറ്റ് സാഷസ് തോട്ട്സ്. സാഷയുടെ ചിന്തകൾ എഴുതുക. സാഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സാഷ കുട്ടിക്ക് ഒരു ഉണ്ണിയപ്പം നൽകി. ബട്ട് ദ ഗേൾ റാൻ അവേ വിതൗട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. എന്നാൽ ആ കുട്ടി അത് സ്വീകരിക്കാതെ ഓടിപ്പോയി. വാട്ട് കുഡ് ബി സാഷസ് ഫീലിംഗ്സ്? സാഷയുടെ വികാരങ്ങൾ എന്തായിരിക്കാം? ഓ നോ, അയ്യോ. വൈ ഡിഡ് ഷീ റൺ അവേ? അവൾ എന്തിനാണ് ഓടിപ്പോയത്? ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് ഹർ ആൻ ഉണ്ണിയപ്പം. എനിക്കവൾക്കൊരു ഉണ്ണിയപ്പം കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാസ് ഷീ സ്കേർഡ് ഓഫ് മീ? അവൾക്ക് എന്നെ പേടിയായിരുന്നോ? ഐ ഫീൽ എ ലിറ്റിൽ സാഡ് ഷീ ഡിഡന്റ് ടേക്ക് ഇറ്റ്. അവൾക്കത് വേണ്ടെന്ന് വെച്ചതിൽ എനിക്കൽപ്പം സങ്കടം തോന്നുന്നു. ഷീ ലുക്ക്ഡ് സോ ടയർഡ്. അവളെ കണ്ടിട്ട് വളരെ ക്ഷീണിച്ചതായി തോന്നുന്നു. ഐ വിഷ് ഐ ന്യൂ വൈ ഷീ റാൻ. അവൾ ഓടിയ കാരണം അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഐ ഹോപ്പ് ഷീ ഗെറ്റ്സ് സംതിങ് നൈസ് ടു ഈറ്റ്. അവൾക്ക് നല്ലതെന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. ആക്ടിവിറ്റി 5. സാഷ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കബീത. സാഷ അനു ടീച്ചറോട് കവിതയെക്കുറിച്ച് പറഞ്ഞു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹർ ടീച്ചർ. സാഷയും അവളുടെ ടീച്ചറും തമ്മിലുള്ള സംഭാഷണം എഴുതുക. സാഷ, ടീച്ചർ, വി സോ എ ഗേൾ ഓൺ അവർ വേ ഹോം. ടീച്ചർ, ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടിയെ കണ്ടു. അനു ടീച്ചർ, എ ഗേൾ? ടെൽ മീ. ഒരു കുട്ടിയോ? എന്നിട്ട് പറയൂ. സാഷ, ഷീ ലുക്ക്ഡ് സാഡ് ആൻഡ് ടയർഡ്. ഹർ ക്ലോത്ത്സ് വർ ടോൺ. അവൾക്ക് സങ്കടവും ക്ഷീണവും ഉണ്ടായിരുന്നു. അവളുടെ ഉടുപ്പ് കീറിയിരുന്നു. അനു ടീച്ചർ, പുവർ ഗേൾ. വാട്ട്സ് ഹർ നെയിം? പാവം കുട്ടി. അവളുടെ പേരെന്താണ്? സാഷ, ഹർ നെയിം ഇസ് കബീത. ഷീ നീഡ്സ് ഹെൽപ്പ്. അവളുടെ പേര് കവിത എന്നാണ്. അവൾക്ക് സഹായം വേണം. അനു ടീച്ചർ, ഡോണ്ട് വറി. ആ ഹെഡ്മാസ്റ്റർ ഇസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ. ലെറ്റ് മീ കോൺടാക്ട് ഹിം. വിഷമിക്കേണ്ട. നമ്മുടെ ഹെഡ്മാസ്റ്റർ ഇന്ന് പുറത്താണ്. ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാം. ആക്ടിവിറ്റി 6. മിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിംഗ് ദ ഹെഡ്മാസ്റ്റർ. അനുപമ ടീച്ചർ ഹെഡ്മാസ്റ്റർക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. സെലക്ട് സൂട്ടബിൾ ഡയലോഗ്സ് ആൻഡ് ഫിൽ അപ്പ് ദ ചാറ്റ് ബോക്സ്.
അനുയോജ്യമായ സംഭാഷണങ്ങൾ തിരഞ്ഞെടുത്ത് ചാറ്റ് ബോക്സ് പൂരിപ്പിക്കുക. മിസ് അനൂപമ, ഹലോ സർ. ഹെഡ്മാസ്റ്റർ, ഹായ്. അനൂപമ ടീച്ചർ. മിസ് അനൂപമ, ടുഡേ 2 of our students came to me. ഇന്ന് നമ്മുടെ 2 വിദ്യാർത്ഥികൾ എന്റെ അടുത്ത് വന്നിരുന്നു. ഹെഡ്മാസ്റ്റർ, who were they? അവർ ആരായിരുന്നു? മിസ് അനൂപമ, സാഷർ ആൻഡ് നവീൻ. സാഷയും നവീനും. ഹെഡ്മാസ്റ്റർ, why did they come? അവരെന്തിനാണ് വന്നത്? മിസ് അനൂപമ, they wanted to admit a girl to our school. അവർ ഒരു കുട്ടിയെ നമ്മുടെ സ്കൂളിൽ ചേർക്കാൻ ആവശ്യപ്പെടുന്നു. ഹെഡ്മാസ്റ്റർ, ഓ, no issues. We shall do it. ഓ, അതിനു പ്രശ്നമില്ല. നമുക്ക് ചെയ്യാം. മിസ് അനൂപമ, thank you so much. വളരെ നന്ദി. Activity 7. Put a tick mark against the pictures that reflect acts of kindness and comment on them. ദയ കാണിക്കുന്ന ചിത്രങ്ങൾക്ക് നേരെ ശരി അടയാളം നൽകുക. അവയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ചിത്രം 1. ഒരു വൃദ്ധനെ റോഡ് കുറുകെ കടക്കാൻ സഹായിക്കുന്ന കുട്ടിയുടെ ചിത്രമാണിത്. ഇത് ദയ കാണിക്കുന്നു. ചിത്രത്തിന് നേരെയുള്ള കോളത്തില് ശരിയിടുക. അതിനെക്കുറിച്ചിങ്ങനെ എഴുതാം. The boy is helping an old man cross the road. That is very kind. കുട്ടി ഒരു വൃദ്ധനെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നു. അത് വളരെ ദയയുള്ള കാര്യമാണ്. രണ്ടാമത്തെ ചിത്രം, ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുന്നു. ഇത് ദയ കാണിക്കുന്ന ചിത്രമല്ല. അടുത്ത ചിത്രം നോക്കാം. കുറച്ചു പേര് അടിയുണ്ടാക്കുന്നു. ഈ ചിത്രവും ദയയുള്ള പ്രവൃത്തിയല്ല. ചിത്രം 4. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാള് ടിവി കാണുന്നു. ഇതും മറ്റുള്ളവരോട് ദയ കാണിക്കുന്നതിന്റെ ചിത്രമല്ല. ചിത്രം 5. ഒരു കുട്ടി യാചകനു വെള്ളം നൽകുന്നതാണ് ചിത്രത്തിലുള്ളത്. ഈ ചിത്രത്തിനു നേരെ നമുക്ക് ശരി അടയാളപ്പെടുത്താം. കാരണം ഇതൊരു കാരുണ്യപ്രവൃത്തിയാണ്. കൂടാതെ ഇങ്ങനെയും എഴുതുക. The girl is giving water to a thirsty man. That is a very kind thing to do. കുട്ടി ഒരു ദാഹിച്ച മനുഷ്യന് വെള്ളം നൽകുന്നു. അത് വളരെ ദയയുള്ള കാര്യമാണ്. ആറാമത്തെ ചിത്രം, മുറിവേറ്റ നായയെ പരിചരിക്കുന്ന കുട്ടി. ഇവിടെയും ശരിയിട്ടോളൂ. കാരണം ഇത് ദയ നിറഞ്ഞ പ്രവൃത്തിയാണ്. കൂടാതെ ഇങ്ങനെ എഴുതുക. The boy is helping a hurt dog. Being kind to animals is very important. കുട്ടി മുറിവേറ്റ നായയെ സഹായിക്കുന്നു. മൃഗങ്ങളോട് ദയ കാണിക്കുന്നത് വളരെ പ്രധാനമാണ്. Activity 8. Some events of the story are given below. കഥയിലെ നിന്നുള്ള ചില സംഭവങ്ങൾ താഴെ കൊടുക്കുന്നു. Write them in order. അവ ക്രമത്തിൽ എഴുതുക. ക്രമത്തിലെഴുതിയ വാചകങ്ങൾ വായിക്കാം. Naveen noticed a girl next to the window. നവീൻ ജനാലയ്ക്കടുത്ത് ഒരു കുട്ടിയെ കണ്ടു. Sasha and Naveen visited Kabitha. സാഷയും നവീനും കബിതയെ സന്ദർശിച്ചു. Kabitha was cradling her younger brother. കബിത അവളുടെ അനുജനെ താരാട്ടുപാടുകയായിരുന്നു. Sasha gave a picture story book to Kabitha. സാഷ കബിതയ്ക്ക് ഒരു ചിത്രകഥാ പുസ്തകം നൽകി. The headmaster congratulated Sasha and Naveen. ഹെഡ്മാസ്റ്റർ സാഷയെയും നവീനെയും അഭിനന്ദിച്ചു. Activity 9. Look at the picture and describe the scene. ചിത്രം നോക്കി അതിൽ കാണുന്നവ വിവരിക്കുക. This is a picture of a nice outdoor place. ഇതൊരു മനോഹരമായ തുറന്ന സ്ഥലത്തിന്റെ ചിത്രമാണ്. There is a big green tree. ചിത്രത്തിൽ ഒരു വലിയ മരമുണ്ട്. A swing is hanging from the tree. മരത്തിൽ ഒരു ഊഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. A woman is cooking food near the tree. മരത്തിനടുത്ത് ഒരു സ്ത്രീ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്. She is using fire and a big pot. അവർ തീയും ഒരു വലിയ പാത്രവും ഉപയോഗിക്കുന്നു. A girl is standing near the woman and watching. ഒരു കുട്ടി സ്ത്രീയുടെ അടുത്തുനിന്ന് അവര് ചെയ്യുന്നത് നോക്കി നിൽക്കുന്നു. There is a dog and a cat on the grass. നിലത്ത് പച്ചപ്പുല്ലിൽ ഒരു നായയും പൂച്ചയുമുണ്ട്. Behind them, we can see a tent. അവർക്ക് പിന്നിൽ ഒരു കൂടാരം കാണാം. It looks like they are camping. അവരവിടെ ക്യാമ്പ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. The sun is shining and there are some birds in the sky. സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്. ആകാശത്ത് കുറച്ച് പക്ഷികളുമുണ്ട്. It looks like a peaceful day. ഇതൊരു ശാന്തമായ ദിവസമാണെന്ന് തോന്നുന്നു. Activity 10. Read the sentences given and match them with the emojis. തന്നിരിക്കുന്ന വാക്യങ്ങൾ വായിച്ച് അവയെ ഇമോജികളുമായി യോജിപ്പിക്കുക. Kabitha was surprised to receive the story book from Sasha. സാഷയിൽ നിന്ന് കഥാപുസ്തകം ലഭിച്ചപ്പോൾ കബിത അത്ഭുതപ്പെട്ടു. ഇത് മൂന്നാമത്തെ ഇമോജിയുമായി യോജിക്കുന്നു. Sasha and Naveen became happy when the headmaster congratulated them. ഹെഡ്മാസ്റ്റർ അവരെ അഭിനന്ദിച്ചപ്പോൾ സാഷയും നവീനും സന്തോഷിച്ചു. ഇത് ഒന്നാമത്തെ സന്തോഷമുള്ള ഇമോജിയുമായി യോജിക്കുന്നു. Sasha saw the girl in a torn dress. She became sad. സാഷ കീറിയ ഉടുപ്പണിഞ്ഞ കുട്ടിയെ കണ്ടു.
അവൾക്ക് സങ്കടമായി. ഇത് ബി രണ്ടാമത്തെ ഇമോജിയുമായി യോജിക്കുന്നു. ആക്ടിവിറ്റി 11 ക്രോസ് വേർഡ് പസിൽ ചെയ്യാം. ഡൗൺ പസിൽ താഴോട്ടുള്ളവ പൂരിപ്പിക്കാം. വി ഗോ ടു സ്കൂൾ ടു സ്റ്റഡി നമ്മൾ പഠിക്കാൻ സ്കൂളിൽ പോകുന്നു. ആൻസർ സ്കൂൾ. എ ഡ്രസ് ഫോർ ഗേൾസ് പെൺകുട്ടികൾക്കുള്ള ഒരു വസ്ത്രം. ആൻസർ സ്കേർട്ട്. എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന ഒരാൾ. ആൻസർ ഫ്രണ്ട്. ടച്ച്ഡ് ജെന്റ്ലി സൗമ്യമായി തലോടി എന്നതിനുള്ള ഒറ്റവാക്ക്. ആൻസർ പാറ്റഡ്. അക്രോസ്. ഇനി കുറുകെ എഴുതേണ്ട വാക്കുകൾ ഏതെല്ലാമെന്ന് നോക്കാം. ഈഗർ ടു ലേൺ ഓർ നോ സംതിങ് എന്തെങ്കിലും പഠിക്കാനോ അറിയാനോ അതിയായ ആഗ്രഹമുള്ള. ആൻസർ ക്യൂരിയസ്. എ സ്വിംഗിംഗ് ബേബി ബെഡ്. ആൻസർ ക്രേഡിൽ. ആക്ടിവിറ്റി 12 ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദ കിച്ചൺ. റൈറ്റ് ദം ബിലോ ചിത്രം നോക്കി അടുക്കളയിലെ സാധനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അവ താഴെ എഴുതുക. വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ് നിങ്ങളുടെ അടുക്കള സന്ദർശിച്ച് ഈ ലിസ്റ്റിലേക്ക് കൂടുതൽ വസ്തുക്കളുടെ പേര് ചേർക്കുക. ആദ്യം ചിത്രത്തില് കാണുന്നവയുടെ പേരെഴുതാം. പോട്ട്സ് ആൻഡ് വെസൽസ് പാത്രങ്ങൾ. ലിഡ്സ് മൂടികൾ. സ്പൂൺസ് ലാഡിലസ് തവികള്. പ്ലേറ്റ്സ് മോപ്പ് നിലം തുടക്കാനുപയോഗിക്കുന്നവ. ഫ്രൈയിങ് പാൻസ് വറച്ചട്ടികള്. പ്രഷർ കുക്കർ ആൻഡ് കോക്കനട്ട് ഷ്രെഡർ ചിരവ എന്നിവയെല്ലാമാണ് ചിത്രത്തില് കാണുന്നത്. ഏതാനും വസ്തുക്കളുടെ പേരുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. ഗ്ലാസ് ബോട്ടിൽസ് ഗ്ലാസ് കുപ്പികൾ. കാപ്സ് കപ്പുകൾ. ഗ്രൈൻഡർ മിക്സി. മിക്സിംഗ് ബോൾസ് ടോങ്സ് പാത്രങ്ങള് പിടിക്കാനുപയോഗിക്കുന്ന ചവണകൾ. വിസ്ക്സ് കോഴിമുട്ടയും മറ്റും മിക്സ് ചെയ്യാനുപയോഗിക്കുന്ന ഉപകരണം. ആക്ടിവിറ്റി 13 ക്ലാസിഫൈ ദ ഗിവൻ ടേംസ് ഇൻടു കിച്ചൺ യൂറ്റൻസിൽസ്. ഫുഡ് ഐറ്റംസ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻറ്റ്സ് ഇവിടെ നൽകിയിട്ടുള്ള വാക്കുകളെ അടുക്കള ഉപകരണങ്ങൾ ഭക്ഷണസാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിങ്ങനെ തരംതിരിക്കുക. അവ 3 കോളങ്ങളിലാക്കി എഴുതുക. കളക്ട് പിക്ചേഴ്സ് ഓഫ് ദീസ് ആൻഡ് മേക്ക് എൻ ആൽബം ഇവയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം ഉണ്ടാക്കുക. 3 വിഭാഗങ്ങളാക്കി തരം തിരിച്ചെഴുതിയിരിക്കുന്നത് നോക്കുക. ആക്ടിവിറ്റി 14 അമ്മ ഷൽ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? സാഷർ ആസ്ക്ഡ്. അമ്മേ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോകട്ടെ? സാഷ ചോദിച്ചു. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ കൂട്ടുകാരുമായി നിങ്ങൾ എന്തെല്ലാം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു? ഐ വുഡ് ലൈക്ക് ടു ഷെയർ കേക്ക്സ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്റെ കൂട്ടുകാർക്ക് കേക്കുകൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ നോട്ട്സ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്റെ കൂട്ടുകാരുമായി ക്ലാസ് നോട്ടുകൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ സ്റ്റോറി ബുക്സ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്റെ കൂട്ടുകാരുമായി കഥാപുസ്തകങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ പെൻസ് ഓർ പെൻസിൽസ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്റെ കൂട്ടുകാരുമായി പേനകളോ പെൻസിലുകളോ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആക്ടിവിറ്റി 15 റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ് കഥ എന്റെ വാക്കുകളില്. ആദ്യം കഥയുടെ പേരെഴുതുക. ദ ഗേൾ അറ്റ് ദ ഡോർ. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ് അതൊരു വെയിലുള്ള പ്രഭാതമായിരുന്നു. സാഷസ് മദർ വോക്ക് ഹർ അപ്പ് ജെന്റ്ലി സാഷയുടെ അമ്മ അവളെ പതിയെ ഉണർത്തി. സാഷസ് ഫാദർ വാസ് മേക്കിംഗ് യമി ഉണ്ണിയപ്പം സാഷയുടെ അച്ഛൻ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയായിരുന്നു. സാഷ ടുക്ക് സം ടു സ്കൂൾ സാഷ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോയി. അറ്റ് സ്കൂൾ സാഷ സോ എ സാഡ് ഗേൾ നിയർ ദ ഡോർ സ്കൂളിൽ വാതിലിനടുത്ത് സാഷ ദുഃഖിതയായ ഒരു കുട്ടിയെ കണ്ടു. സാഷ ഓഫേർഡ് ഹർ എ സ്നാക്ക് ബട്ട് ദ ഗേൾ റാൻ അവേ സാഷ അവൾക്ക് ഒരു പലഹാരം നൽകി, പക്ഷേ അത് വാങ്ങാതെ കുട്ടി ഓടിപ്പോയി. ലേറ്റർ സാഷർ ആൻഡ് നവീൻ ഹേർഡ് എ സോങ് പിന്നീട് സാഷയും നവീനും ഒരു പാട്ട് കേട്ടു. ദേ ഫൗണ്ട് ദ സെയിം ഗേൾ കബീഥ ഹോൾഡിംഗ് ഹർ ബേബി ബ്രദർ അവർ അതേ കുട്ടിയെ അതായത് കബിതയെ അവളുടെ അനുജനു വേണ്ടി താരാട്ടുപാടുന്നത് കണ്ടെത്തി. സാഷ ഗേവ് കബീഥ എ നൈസ് പിക്ചർ സ്റ്റോറി ബുക്ക് സാഷ കബിതയ്ക്ക് ഒരു നല്ല ചിത്രകഥാപുസ്തകം നൽകി. കബീഥ സ്മൈൽഡ് കബിത ചിരിച്ചു. സാഷ ടോൾഡ് ഹർ ടീച്ചർ അനു ടീച്ചർ അബൌട്ട് കബീഥ സാഷ അവളുടെ ടീച്ചറായ അനു ടീച്ചറോട് കബിതയെക്കുറിച്ച് പറഞ്ഞു. സൂൺ കബീഥ കെയിം ടു ദെയർ സ്കൂൾ താമസിയാതെ കബിത അവരുടെ സ്കൂളിലേക്ക് വന്നു. ദ ഹെഡ്മാസ്റ്റർ വെൽക്കംഡ് ഹർ ഹെഡ്മാസ്റ്റർ അവളെ സ്വാഗതം ചെയ്തു. എവ്രിവൺ വാസ് സോ ഹാപ്പി എല്ലാവരും വളരെ സന്തോഷിച്ചു. ദ ഹെഡ്മാസ്റ്റർ ഈവൻ പ്രേസ്ഡ് സാഷർ ആൻഡ് നവീൻ ഹെഡ്മാസ്റ്റർ സാഷയെയും നവീനെയും അഭിനന്ദിക്കുകയും ചെയ്തു. അനു ടീച്ചർ ഹഗ് കബീഥ അനു ടീച്ചർ കബിതയെ കെട്ടിപ്പിടിച്ചു. കബീഥ ഹാഡ് ഹാപ്പി ടിയേഴ്സ് കബിതയ്ക്ക് സന്തോഷത്താല് കണ്ണുനീരുണ്ടായി.
Activity 16. Observe the pictures. Write a story in my creative space. ചിത്രം നിരീക്ഷിച്ച് കഥ എഴുതുക. The fruit basket. പഴക്കൂട. A girl was picking fruits. ഒരു കുട്ടി പഴങ്ങൾ പറിക്കുകയായിരുന്നു. She put them in her basket. അവൾ തന്റെ കുട്ടയിൽ വെച്ചു. Then, she walked with the fruit basket on her head. പിന്നെ അവൾ പഴക്കൂട തലയിൽ വെച്ച് നടന്നു. An elephant came and took some fruits. ഒരാന വന്ന് കുറച്ച് പഴങ്ങളെടുത്തു. Oh no, അയ്യോ. Next, a naughty monkey took more fruits from her basket. പിന്നെ ഒരു കുസൃതിക്കുരങ്ങൻ അവളുടെ കുട്ടയിൽ നിന്ന് കുറെ പഴങ്ങളെടുത്തു. Then, a tall giraffe ate some fruits too. പിന്നെ ഉയരം കൂടിയ ഒരു ജിറാഫും കുറച്ച് പഴങ്ങൾ തിന്നു. A little parrot also flew down and took a fruit. ചെറിയ ഒരു തത്തയും താഴേക്ക് പറന്നുവന്ന് ഒരു പഴമെടുത്തു. Her basket was almost empty. അവളുടെ കുട്ട ഏതാണ്ട് ഒഴിഞ്ഞിരുന്നു. But look, a goat hit a tree, and many fruits fell down. പക്ഷേ നോക്കൂ. ഒരാട് നിറയെ പഴുത്തുകിടക്കുന്ന മാങ്ങകളുള്ള ഒരു മാവില് ഓടിവന്ന് ശക്തമായി ഇടിച്ചപ്പോൾ ധാരാളം പഴങ്ങൾ താഴേക്ക് വീണു. The girl and another friend were so happy. കുട്ടിയും അവളുടെ കൂട്ടുകാരിയും വളരെ സന്തോഷിച്ചു. They picked up all the fresh fruits. അവർ പഴങ്ങളെല്ലാം പെറുക്കിയെടുത്ത് കുട്ട നിറച്ചു. Activity 17. Digitask. Video clip. Sasha's father was making ഉണ്ണിയപ്പം. സാഷയുടെ അച്ഛൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയായിരുന്നു. Have you watched your father or mother cooking? നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പാചകം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Have you ever cooked something? നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും പാചകം ചെയ്തിട്ടുണ്ടോ? Prepare a cookery video with your audio commentary. നിങ്ങളുടെ ശബ്ദവിവരണത്തോടെ ഒരു പാചക വീഡിയോ തയ്യാറാക്കുക. Send it to your teacher. അത് നിങ്ങളുടെ ടീച്ചർക്ക് അയക്കുക. നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് ഇത്തരമൊരു വീഡിയോ തയ്യാറാക്കില്ലേ? Audio diary. Record an audio clip, narrating an interesting event, such as Praveshanosavam, observing special days like World Environment Day, an English assembly held in your school, പ്രവേശനോത്സവം, ലോക പരിസ്ഥിതി ദിനം, ഇംഗ്ലീഷ് അസംബ്ലി തുടങ്ങിയ നിങ്ങളുടെ സ്കൂളിൽ നടന്ന രസകരമായ ഒരു സംഭവം വിവരിച്ചുകൊണ്ട് ഒരു ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്യുക. You may also create an audio clip about the books you have read in connection with Reading Day celebrations. വായനാദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചും ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കാം. ഇതോടെ ഈ യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ പൂർത്തിയാക്കി. അടുത്ത യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ടീച്ചിംഗ്ലീഷിലേക്ക് തന്നെ വരില്ലേ? കൂട്ടുകാർക്കെല്ലാം ടീച്ചിംഗ്ലീഷിന്റെ താങ്ക്സ് അറ്റാൻ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.